ബ്രേക്കപ്പിന്റെ ഒക്കെ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് എത്തും. സ്റ്റിൽ നിങ്ങൾ ആ വ്യക്തിയെ മിസ് ചെയ്യുന്ന ഒരു പോയിന്റ്. വിട്ട് കളയണോ പിടിച്ചു നിർത്തണോ ഇതൊന്നും മനസ്സിലാവാത്തൊരു പോയിന്റ്. എത്ര എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ അത് മനസ്സിലാക്കാത്തൊരു പോയിന്റ്. എന്താണോ നിങ്ങളുടെ പ്രശ്നം എന്ന് അവർ ചൂണ്ടിക്കാണിച്ചത്, എന്താണോ നിങ്ങളുടെ പ്രശ്നമായിട്ട് അവരെന്താണോ ചൂണ്ടിക്കാണിച്ചത് അത് നിങ്ങളെ റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല, ഇനി ഇതൊരിക്കലും പഴയതുപോലെ ആവത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്ന ഒരു പോയിന്റ്. എനിക്ക് ഈ ട്രൈ ചെയ്യുന്ന വ്യക്തികളോടല്ല സംസാരിക്കാറുള്ളത്. ഈ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ കാര്യം അയാൾ മാറ്റാം, നേരെയാക്കാം, ചേഞ്ച് ചെയ്യാം എന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കിയ ആ വ്യക്തി ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു ചേഞ്ചാണ്. ഓൾറെഡി അവൻ ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തു? എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്തുകൂടാ? സോ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ഫോൾട്ടും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്ത് മാറാം എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒരു തവണ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ രണ്ടാമത്തെ ചാൻസിൽ ചിലപ്പോൾ വീണ്ടെടുക്കാൻ പറ്റും. പഴയതിനേക്കാൾ ചിലപ്പോൾ അതിമനോഹരമായ എന്തെങ്കിലും ആയിരിക്കും ആ രണ്ടാം വരവിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരാളെ മാറാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലാക്കുക.